ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റാണ് കേട്ടോ. ഓക്കെ മക്കളെ, നമ്മൾ ഇംഗ്ലീഷിൽ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ആ സ്റ്റാർ ഇൻ ദി ജാർ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അതിൽ നമ്മൾ എത്ര വരെയായിരുന്നു മക്കളെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കൂട്ടുകാർ ചാപ്റ്റേഴ്സൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഒത്തിരി കൂട്ടുകാർ മിസ്സ് പറഞ്ഞ പോലെ തന്നെ ചാപ്റ്റേഴ്സ് വായിച്ചിട്ട് മിസ്സിന് വോയിസ് റെക്കോർഡ് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിറ്റേഷനുള്ള വേർഡ്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഡിറ്റേഷനൊക്കെ എഴുതി അതിൻ്റെ മാർക്കും മിസ്സിന് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിലും കൂട്ടുകാർ എന്ത് ചെയ്യണം? വായിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് വായിക്കുക. ഡിറ്റേഷനും അതുപോലെ തന്നെ മിടുക്കന്മാരായിട്ട് എഴുതിയിട്ട് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഇനി ഏതെങ്കിലും മക്കൾക്ക് 1-2 ഒക്കെ തെറ്റിപ്പോയാൽ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഇനിയും പഠിക്കാനായിട്ട് ഒത്തിരി സമയമുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ അവസാന ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ലക്കി എന്ത് ചെയ്തു? സോ എ മെസ്സേജ് ഇൻ ദി സ്കൈ അല്ലേ. ലക്കി സോ എ മെസ്സേജ് ഇൻ ദി സ്കൈ. നമ്മുടെ ലക്കി ആകാശത്തൊരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മക്കളെ ആ ഒരു മെസ്സേജ്? അതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. എന്തായിരുന്നു? ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ. എന്തായിരുന്നു? ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ അല്ലേ. സ്കൈയിൽ അവൻ കണ്ടിട്ടുള്ള ഒരു മെസ്സേജാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. അതായത് ഒരു ലിറ്റിൽ സ്റ്റാറിന് എന്തായിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മെസ്സേജാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. നമ്മുടെ ലക്കി സ്കൈയിൽ കണ്ടിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? നെക്സ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് പോകാം. എല്ലാവരും നെക്സ്റ്റ് പേജ് എടുത്തേ മക്കളെ. ഓക്കെ, നോക്കിക്കേ, പേജ് നമ്പർ 118 ആണ് കേട്ടോ. 118 പേജ് നമ്പർ കേട്ടോ. 118. നോക്കിക്കേ മക്കളെ, ആദ്യം തന്നെ ലിസൺ ടു യുവർ ടീച്ചർ എന്ന് പറഞ്ഞ് ചെറിയൊരു പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. മിസ് വായിക്കാം, അപ്പം മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ ഒന്നിച്ച് വായിക്കൂ കേട്ടോ. നോക്കിക്കേ മക്കളെ, ദ ട്രഷർ ഈസ് ഷൈനിങ് നൗ ജസ്റ്റ് ലൈക്ക് എ സ്റ്റാർ. ഈസ് ഇറ്റ് റിയലി എ സ്റ്റാർ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ? ലക്കി ഗോട്ട് കൺഫ്യൂസ്ഡ്. ഓക്കെ മക്കളെ, എന്താണ്? ഒരിക്കൽ കൂടി നോക്കിക്കേ. ദ ട്രഷർ ഈസ് ഷൈനിങ് നൗ. നമ്മുടെ ലക്കിയുടെ കയ്യിലുള്ള ട്രഷർ ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മക്കളെ? ഷൈനിങ് നൗ. ഷൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിളങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. എന്തുപോലെ? ജസ്റ്റ് ലൈക്ക് എ സ്റ്റാർ. യെസ്, എന്തിനെ പോലെയാണ് അത് തിളങ്ങാൻ തുടങ്ങിയിട്ടുള്ളത്? യെസ്, ജസ്റ്റ് ലൈക്ക് എ സ്റ്റാർ. ഒരു സ്റ്റാറിനെ പോലെ നമ്മുടെ ലക്കിയുടെ കയ്യിലുള്ള ആ ഒരു ട്രഷർ തിളങ്ങാനായിട്ട് തുടങ്ങിയില്ലേ. ഈസ് ഇറ്റ് റിയലി എ സ്റ്റാർ? അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, ഈസ് ഇറ്റ് റിയലി എ സ്റ്റാർ? അത് ശരിക്കും ഒരു സ്റ്റാർ തന്നെയാണോ? ശരിക്കും ഒരു നക്ഷത്രം തന്നെയാണോ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ? അതെങ്ങനെയാണ് ഇവിടെ വന്നത്? ലക്കി ഗോട്ട് കൺഫ്യൂസ്ഡ് അല്ലേ. ലക്കിക്ക് എല്ലാം കൂടി ആകെപ്പാടെ കൺഫ്യൂഷനായി. ഇത് ശരിക്കും സ്റ്റാർ തന്നെയാണോ? എങ്ങനെയാണ് ഇതിവിടെ വന്നത് എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ലക്കി എന്താണ്? ആകെ കൺഫ്യൂസ്ഡ് ആയില്ലേ. ഓക്കെ മക്കളെ, അപ്പം മിസ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈസ് ദി ട്രഷർ റിയലി എ സ്റ്റാർ? ആ ഒരു ട്രഷർ ശരിക്കും സ്റ്റാർ തന്നെയാണോ? കൂട്ടുകാർക്ക് എന്താണ് തോന്നുന്നത്? ആണോ മക്കളെ? മേ ബി അല്ലേ, ചിലപ്പോൾ അതെന്തായിരിക്കാം? ആ ഒരു ട്രഷർ എന്ന് പറയുന്നത് നമ്മുടെ സ്കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു സ്റ്റാർ തന്നെയായിരിക്കാം. നമുക്ക് നോക്കാം അല്ലേ. ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ? ലക്കി took the treasure out of the jar and went near the window. The treasure shone even brighter. Wow! Are you a real star? Lucky was thrilled. Do you want to go back? The little star twinkled gently. Don't worry, I will help you reach the sky. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമുക്കൊന്നുകൂടി നോക്കാമല്ലേ. മക്കൾ മിസ് വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കൈവെക്കണം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് വായിക്കാം കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് തന്നെ നമ്മുടെ ലക്കി എന്താണ് ചോദിക്കുന്നത്? ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ? നീയാണോ ആ മിസ്സായി പോയിട്ടുള്ള, കാണാതായി പോയിട്ടുള്ള നക്ഷത്രം എന്ന് ചോദിക്കുകയാണ് അല്ലേ. ലക്കി ടുക്ക് ദി ട്രഷർ ഔട്ട് ഓഫ് ദി ജാർ. അത് ചോദിച്ചുകൊണ്ട് നമ്മുടെ ലക്കി എന്ത് ചെയ്തു? ആ ജാറിൽ നിന്ന് നമ്മുടെ സ്റ്റാറിനെ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു അല്ലേ. ആൻഡ് വെന്റ് നിയർ ദി വിൻഡോ. ആൻഡ് വെന്റ് നിയർ ദി വിൻഡോ. വാട്ട് യു മീൻ ബൈ വിൻഡോ? വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ജനലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വിൻഡോ എന്ന് പറയാം അല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ ഒരു
സ്റ്റാറിനെ അല്ലെങ്കിൽ ആ ഒരു ട്രഷറിനെ അവൻ കയ്യിലെടുത്തുകൊണ്ട് അവൻ എവിടേക്ക് പോയി മക്കളെ? വെൻ നിയർ ദി വിൻഡോ, വിൻഡോയുടെ അടുത്തേക്ക് പോയില്ലേ? നോക്കിക്കേ മക്കളെ, ബാക്കി ദ ട്രഷർ ഷോൺ ഈവൻ ബ്രൈറ്റർ. നമ്മുടെ ട്രഷർ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി മക്കളെ? നന്നായിട്ട് തിളങ്ങാനായിട്ട് തുടങ്ങിയില്ലേ? നല്ല ബ്രൈറ്റർ ആയിട്ട് എന്ത് ചെയ്തു? തിളങ്ങാനായിട്ട് തുടങ്ങിയില്ലേ? വാവ്, ആർ യു എ റിയൽ സ്റ്റാർ? ലക്കി വാസ് ത്രിൽഡ്. എന്താണ് നമ്മുടെ ലക്കി ചോദിക്കുന്നത്? വാവ്, ആർ യു എ റിയൽ സ്റ്റാർ? നീ ശരിക്കും സ്റ്റാർ തന്നെയാണോ? അതിൻ്റെ ആ ഒരു തിളക്കം കണ്ടപ്പോൾ നമ്മുടെ ലക്കി ചോദിക്കുകയാണല്ലേ. ലക്കി വാസ് ത്രിൽഡ് അല്ലേ? അത് കണ്ടപ്പോൾ നമ്മുടെ ലക്കി എന്തായി? നല്ല ത്രില്ലാണ് നിൽക്കുന്നത് അല്ലേ? എന്നിട്ട് നമ്മുടെ സ്റ്റാറിനോട്, നമ്മുടെ ട്രഷറിനോട് നമ്മുടെ ലക്കി ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ടു ഗോ ബാക്ക്? എന്താ ചോദിച്ചത്? ഡു യു വാണ്ട് ടു ഗോ ബാക്ക്? നിനക്ക് തിരിച്ചു പോവണോ എന്ന് ചോദിച്ചു അല്ലേ? ദ ലിറ്റിൽ സ്റ്റാർ ട്വിങ്കിൾഡ് ജെന്റ്ലി. ദ ലിറ്റിൽ സ്റ്റാർ ട്വിങ്കിൾഡ് ജെന്റ്ലി. ട്വിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ട്വിങ്കിൾ എന്ന് പറഞ്ഞാൽ തിളങ്ങി എന്നാണ് അല്ലേ? എന്താണ് മക്കളെ? ട്വിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നതിനെയാണ് അല്ലേ? അപ്പം അത് ചോദിച്ച സമയത്ത് നമ്മുടെ ലിറ്റിൽ സ്റ്റാർ എന്തായി? അത് തിളങ്ങി അല്ലേ? ഡോണ്ട് വെറി, ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദി സ്കൈ. ഡോണ്ട് വെറി, ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദി സ്കൈ. നീ എന്ത് ചെയ്യണ്ട, വിഷമിക്കൊന്നും വേണ്ട അല്ലേ? ഐ വിൽ ഹെൽപ്പ് യു റീച്ച് ദി സ്കൈ. ഞാൻ എന്ത് ചെയ്യാം? നിന്നെ ആകാശത്ത് തിരിച്ചെത്തിക്കാനായിട്ട് സഹായിക്കാമെന്ന് ആര് പറഞ്ഞു? യെസ്, നമ്മുടെ ലക്കി പറയാണല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഈ ഒരു പോർഷൻ വായിച്ചു നോക്കാം. മിസ് വായിക്കുന്നതോടൊപ്പം മക്കൾ എന്ത് ചെയ്യണം? മിസ്സിനോടൊപ്പം ചേർന്ന് വായിക്കണേ. ഓക്കെ മക്കളെ, സ്റ്റാർട്ട് ചെയ്യാം. ആർ യു ദാറ്റ് മിസ്സിംഗ് സ്റ്റാർ? ലക്കി took the treasure out of the jar and went near the window. The treasure shone even brighter. Wow! Are you a real star? Lucky was thrilled. Do you want to go back? The little star twinkled gently. Don't worry, I will help you reach the sky. Okay മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി മിസ് പറയുന്ന വേർഡ്സ് മക്കൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. അത് നിങ്ങൾ ഡിറ്റീഷൻ നടത്തണം അടുത്ത ദിവസം. ഓക്കെ മക്കളെ, അപ്പം മിസ് ഇന്നത്തെ ക്ലാസ്സിൽ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ വേർഡ് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തതായിരിക്കും. എങ്കിലും പ്രശ്നമില്ല, നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു വേർഡ് അത്രയും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കണം. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക? സെയിം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള വേർഡായാലും ഒരിക്കൽ കൂടി മക്കൾ എന്ത് ചെയ്യുക? ഡിറ്റീഷൻ നടത്തിയിട്ട് ആ വേർഡ്സ് എഴുതി നോക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് വേർഡ് സ്റ്റാർ. ഒന്നെങ്കിൽ സർക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ മക്കൾ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. സ്റ്റാർ എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്ത മക്കളെ. ദെൻ ട്രഷർ, നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ട്രഷർ. ഓക്കെ, ദെൻ വിൻഡോ. എല്ലാവരും ചെയ്തോ മക്കളെ? ദെൻ അടുത്തത് ട്വിങ്കിൾഡ്. ദെൻ ഹെൽപ്പ്. ഓക്കെ, അപ്പം മക്കൾ അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ് ഒന്ന് സ്റ്റാർ, ദെൻ ട്രഷർ, വിൻഡോ, ട്വിങ്കിൾഡ്, ഹെൽപ്പ്. 5 വേർഡ്സ് മാത്രമേ മിസ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം അല്ലേ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് കൂട്ടുകാർക്ക് അവിടെ ചെയ്യാനായിട്ട് ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. നമ്മൾ ആക്ടിവിറ്റി 10 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കേ മക്കളെ, ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്, സെലക്ട് സ്യൂട്ടബിൾ മെസ്സേജസ് ആൻഡ് റൈറ്റ് ഇൻ ദി ബോക്സസ് എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ സ്കൈയിൽ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നോ മക്കളെ? അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് മക്കളടുത്ത് പറഞ്ഞത് സെലക്ട് സ്യൂട്ടബിൾ മെസ്സേജസ് ആൻഡ് റൈറ്റ് ഇൻ ദി ബോക്സസ്. താഴെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് മെസ്സേജസ് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? ഓരോ പിക്ചർ നോക്കിയിട്ടും എവിടെയാണ് സ്യൂട്ടബിൾ ആവുന്നത് അവിടെ തന്നിട്ടുള്ള ആ ഒരു ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? തന്നിട്ടുള്ള മെസ്സേജസ് വായിച്ച് നോക്കാമല്ലോ. ഫസ്റ്റ് വൺ എന്താണ്? എല്ലാവരും ഒന്ന് വായിച്ച്. യെസ്, നോ പാർക്കിംഗ് എന്നതാണ് അല്ലേ? എന്താണ്? നോ പാർക്കിംഗ്. ദെൻ പിന്നെ നമുക്ക് തന്നത് എന്താണ്? 1 വേ. ദെൻ നമുക്ക് തന്നത് പുഷ്.
പിന്നെ നമുക്ക് തന്നത് എന്താണ്? ബസ് സ്റ്റോപ്പ് അല്ലേ. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ തന്നിട്ടുള്ള മെസ്സേജസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ള പിക്ചേഴ്സ് നോക്കാം അല്ലേ. ഫസ്റ്റ് വണ്ണിൽ എന്താണ് മക്കളെ കാണുന്നത്? ഒരു ആളുടെ ഒരു രൂപം തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ്? ഒരു ഡോറിൻ്റെ ഒരു പിക്ചർ കൂടിയാണ് തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കുക മക്കളെ. 2 ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നവിടെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ നമുക്ക് എന്ത് കാണാം? മക്കൾ റോഡിൽ കാണാൻ പറ്റുന്ന ഒരു സൈൻസ് ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ. അത് നമ്മൾ എപ്പോഴാണ് മക്കളെ ആ ഒരു സൈൻ ബോർഡ് അവിടെ വെക്കുക? ഒരു പി എന്ന് എഴുതിയിട്ട് അത് കട്ട് ചെയ്തിട്ട് വെക്കുക എപ്പോഴാണ്? യെസ്, നമുക്കറിയാം അല്ലേ, പാർക്കിംഗ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്താണ്. ദെൻ പിന്നെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട് മക്കളെ? ഒരു ബസ്സിൻ്റെ ഒരു പിക്ചറാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് വൺ എന്താണ്? യെസ്, പുഷ് എന്നുള്ളതാണ് അല്ലേ. എന്താണ് അവിടെ മെസ്സേജ് നമുക്ക് കൊടുക്കേണ്ടത്? പുഷ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ എന്താണ് മക്കളെ? വൺ വേയുടെ ആ ഒരു സൈനാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. എന്താണ്? വൺ വേയുടെ സൈനാണ്. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. എന്ത്? നോ പാർക്കിംഗ് ബോർഡാണ്. ദെൻ ഒരു ബസ്സിൻ്റെ പിക്ചർ തന്നിട്ടുള്ളത് എന്താണ് മക്കളെ? ബസ് സ്റ്റോപ്പാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് മക്കൾ. ഓരോ പിക്ചർ നോക്കിയിട്ട് അതിന് മാച്ച് ആയിട്ടുള്ളത് ഏതാ എന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതിയാവും. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള ആക്ടിവിറ്റി 11 നമുക്ക് നോക്കാം കേട്ടോ. 11ാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ. ദ ട്രഷർ ഈസ് എ റിയൽ സ്റ്റാർ. ലക്കി കോൾഡ് ഔട്ട് ടു ലൂസി. He was thrilled. Complete the conversation between Lucky and Lucy. നോക്കിക്കേ മക്കളെ, നമ്മൾ പറഞ്ഞില്ലേ ആ ട്രഷർ എന്താണ്? ഒരു റിയൽ സ്റ്റാർ ആണ് അല്ലേ. അത് കണ്ട സമയത്ത് ഭയങ്കര ത്രില്ലിലാണ് ആര്? നമ്മുടെ ലക്കിയില്ലേ. അവൻ എന്ത് ചെയ്തു? വേഗം നമ്മുടെ ലൂസിയെ വിളിച്ചു. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലക്കി എന്ത് പറയുന്നുണ്ട്? ദിസ് ഈസ് നോട്ട് എ ടോയ്. എന്താണ് പറഞ്ഞത്? ദിസ് ഈസ് നോട്ട് എ ടോയ്. അതെന്തല്ല? ഒരു ടോയ് അല്ല. ദിസ് ഈസ് എ റിയൽ സ്റ്റാർ ഫ്രം ദി സ്കൈ. യെസ്, നമ്മുടെ ലൂസിയോട് എന്താണ് പറയുന്നത്? ദിസ് ഈസ് എ റിയൽ സ്റ്റാർ ഫ്രം ദി സ്കൈ ഇല്ലേ. ആകാശത്ത് നിന്ന് വന്ന ഒരു യഥാർത്ഥ നക്ഷത്രമാണ് അത് എന്ന് ആര് പറയാണ്? നമ്മുടെ ലക്കി ലൂസിക്കടുത്ത് പറയാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം പിന്നീട് എന്തായിരിക്കും ലൂസി മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നോക്കിക്കേ, അവിടെ നമ്മുടെ ലൂസി ചോദിക്കുകയാണ് ചെയ്തതില്ലേ. എന്താണ് ലക്കി വാട്ട് ഈസ് ദി മാറ്റർ? എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണല്ലേ. നമ്മളെ ലക്കി നമ്മുടെ ലൂസിയെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലൂസി വന്നാൽ എന്ത് ചോദിക്കും? എന്താണ് ലക്കി കാര്യമെന്ന് ചോദിക്കില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ലൂസി ചോദിക്കുന്ന രീതിയിലാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ ലക്കി എന്ത് പറഞ്ഞു? ദിസ് ഇസ് നോട്ട് എ ടോയ്, ദിസ് ഇസ് എ റിയൽ സ്റ്റാർ ഫ്രം ദി സ്കൈ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു അല്ലേ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. നമ്മുടെ ലൂസി എന്താണ് ചോദിച്ചത്? ഈസ് ഇറ്റ്? വാട്ട് വിൽ വി ഡു നൗ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ എന്താണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത്? അപ്പം നമ്മുടെ ലക്കി പറയണ ഐ ഹാവ് നോ ഐഡിയ. എനിക്കെന്തില്ല, യാതൊരുവിധ ഐഡിയയും ഇല്ല എന്നാര് പറയാണ്? നമ്മുടെ ലക്കി പറയാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം അല്ലേ. എല്ലാവരും റെഡി ആണല്ലോ? ലിസൺ ടു യുവർ ടീച്ചർ എന്നുള്ള ചെറിയ പോർഷൻ തന്നിട്ടുണ്ട്. നോക്കിക്കേ. ലക്കി കോൾഡ് ഹിസ് സിസ്റ്റർ ലൂസി. ലുക്ക് അറ്റ് ദാറ്റ് മെസ്സേജ്. ലൂസി, read the message in the sky. Come, let's do something, Lucky said. Lucy and Lucky went out of the room with the jar. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കിക്കേ. വീണ്ടും നമ്മുടെ ലക്കി എന്ത് ചെയ്യാണ്? ലക്കി കോൾഡ് ഹിസ് സിസ്റ്റർ. ലക്കി എന്ത് ചെയ്തു? അവൻ്റെ സിസ്റ്ററെ വിളിച്ചൂലേ. ആരെ? നമ്മുടെ ലൂസിയെ വിളിച്ചു. ലുക്ക് അറ്റ് ദാറ്റ് മെസ്സേജ്. ലൂസി, റീഡ് ദി മെസ്സേജ് ഇൻ ദി സ്കൈ. എന്നിട്ട് അവൻ പറയാണ്, നോക്ക്, ലുക്ക് അറ്റ് ദാറ്റ് മെസ്സേജ്. ആ ഒരു മെസ്സേജ് നോക്ക് എന്ന് പറയാണല്ലേ. അപ്പം ലൂസി എന്ത് ചെയ്തു? ലൂസി റീഡ് ദി മെസ്സേജ് ഇൻ ദി സ്കൈ. ലൂസി ആ ഒരു സ്കൈയിലുള്ള മെസ്സേജ് എന്ത് ചെയ്തു? വായിച്ചു അല്ലേ. കം, ലെറ്റ്സ് ഡു സംതിങ്, ലക്കി സാഡ്. അപ്പം ലക്കി പറയാണ്, വാ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് എന്ന് പറയാണ് അല്ലേ. ലൂസി ആൻഡ് ലക്കി വെൻറ്റ് ഔട്ട് ഓഫ് ദി റൂം വിത്ത് ദി ജാർ. നമ്മുടെ ലൂസിയും ലക്കിയും എന്ത് ചെയ്തു? ആ റൂമിന് പുറത്തേക്ക് വന്നുല്ലേ. ജാറും കൊണ്ടിട്ട് അവരെന്ത് ചെയ്തു? പുറത്തേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കണേ. മിസ് വായിക്കുന്നതോടൊപ്പം എല്ലാവരും കൈവെക്കണം കേട്ടോ. Lucky held the little star up and yelled out to the sky, "Hey, look, your little star is here." But there was no reply. "The stars are far away from us. They may not hear us," said Lucy. "What can we do
നൗ ലക്കി ആസ്ക്ഡ്. എന്താണ് മക്കളെ പിന്നീട് സംഭവിച്ചിട്ടുള്ളത്? എന്താണ്? നമ്മുടെ ലക്കി എന്ത് ചെയ്തു? ലക്കി ഹെൽഡ് ദി ലിറ്റിൽ സ്റ്റാർ അപ്പ്. അല്ലേ, നമ്മുടെ ലക്കി ആ ഒരു ലിറ്റിൽ സ്റ്റാർ എന്ത് ചെയ്തു? ചെറിയ നക്ഷത്രത്തെ ഉയർത്തിപ്പിടിച്ചു. അല്ലേ, ലക്കി ഹെൽഡ് ദി ലിറ്റിൽ സ്റ്റാർ അപ്പ്. അല്ലേ, ആ ഒരു ചെറിയ നക്ഷത്രത്തെ ലക്കി എന്ത് ചെയ്തു? നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു. ആൻഡ് യെൽഡ് ഔട്ട് ദി സ്കൈ. എന്നിട്ട് എന്ത് ചെയ്തു? ആകാശത്തേക്ക് നോക്കിയിട്ട് ഉച്ചത്തെ വിളിച്ച് പറയാണല്ലേ, ഹേ ലോക്ക്, യുവർ ലിറ്റിൽ സ്റ്റാർ ഈസ് ഹിയർ. ഇവിടേക്ക് നോക്ക്, നിങ്ങളുടെ ലിറ്റിൽ സ്റ്റാർ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അല്ലേ, ബട്ട് ദർ വാസ് നോ റിപ്ലൈ. പക്ഷേ അവിടെ അവർക്ക് യാതൊരുവിധ റിപ്ലൈയും കിട്ടിയില്ല. അല്ലേ, യാതൊരുവിധ മറുപടിയും കിട്ടിയിട്ടില്ല. The stars are far away from us. They may not hear us, said Lucy. അപ്പോൾ ലൂസി എന്ത് പറഞ്ഞു മക്കളെ? The stars are far away from us. അല്ലേ, നമ്മളിൽ നിന്ന് എത്രയോ ദൂരെയാണ് എന്തുള്ളത്? സ്റ്റാർസ് ഉള്ളത്. They may not hear us. അവരൊരു പക്ഷേ നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരിക്കില്ല എന്ന് ആര് പറഞ്ഞു? ലൂസി പറയുകയാണല്ലേ. What can we do now? ലക്കി ആസ്ക്ഡ്. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് ആര് ചോദിച്ചു? നമ്മുടെ ലക്കി ചോദിക്കുകയാണല്ലേ. ഓക്കെ മക്കളെ, അപ്പം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇനി നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. മിസ്സിനോടൊപ്പം ചേർന്ന് വായിക്കണേ. ലക്കി ഹെൽഡ് ദി ലിറ്റിൽ സ്റ്റാർ അപ്പ് ആൻഡ് യെൽഡ് ഔട്ട് ടു ദ സ്കൈ. ഹേ ലോക്ക്, യുവർ ലിറ്റിൽ സ്റ്റാർ is here. But there was no reply. The stars are far away from us. They may not hear us, said Lucy. What can we do now? Lucky asked. Okay, മക്കളെ, അപ്പം ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക എന്ന് ആര് ചോദിക്കുകയാണ്? നമ്മുടെ ലക്കി ചോദിക്കുകയാണ്. അല്ലേ, ഓക്കെ മക്കളെ. അപ്പോൾ ഇനി എന്തായിരിക്കും അവർ ചെയ്യേണ്ടായിരിക്കുക? നമുക്ക് അവിടെ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റിയിലോട്ട് പോവാം കേട്ടോ. ആക്ടിവിറ്റി 12, 12ാമത്തെ ആക്ടിവിറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ. ലൂസി ആൻഡ് ലക്കി ആർ ടോക്കിംഗ് അബൌട്ട് ദി ഐഡിയാസ് ടു സെൻഡ് ദി സ്റ്റാർ ബാക്ക് ദി സ്കൈ. കംപ്ലീറ്റ് ദർ കോൺവെർസേഷൻ. അല്ലേ, നമ്മൾ ലൂസിയും അതുപോലെ തന്നെ ലക്കിയൊക്കെ എന്ത് ചെയ്യാണ്? എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എബൌട്ട് ദ ഐഡിയാസ് ടു സെൻഡ് ദി സ്റ്റാർ ബാക്ക്. അല്ലേ, ആ സ്റ്റാറിനെ തിരിച്ച് അയക്കാനുള്ള ഓരോ ഐഡിയകൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അല്ലേ, കംപ്ലീറ്റ് ദർ കോൺവെർസേഷൻ. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയാണ്. അപ്പോൾ നോക്കിക്കുക മക്കളെ, നമുക്ക് അവിടെ ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. അല്ലേ, ഒരു റോക്കറ്റിൻ്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ലൂസി എന്തോന്ന് പറയുന്നുണ്ട്. ആ ലൂസിയോട് നമ്മുടെ ലക്കി എന്താണ് മറുപടി പറയുന്നത്? ബട്ട് വി ഹാവ് നോ റോക്കറ്റ് എന്നാണ് പറയുന്നത്. അല്ലേ, നമുക്ക് എന്തില്ല? റോക്കറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അല്ലേ, ഓക്കെ മക്കളെ. അപ്പോൾ ആ ഒരു സംഭാഷണമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നോക്കിക്കേ, നമ്മുടെ ലൂസി എന്താണ് പറഞ്ഞത്? ലെറ്റ് സെൻഡ് ദിസ് സ്റ്റാർ റോക്കറ്റ് ഇൻ ടു ദി സ്കൈ. എന്താണ്? ലെറ്റ് സെൻഡ് ദിസ് സ്റ്റാർ റോക്കറ്റ് ഇൻ ടു ദി സ്കൈ. നമുക്ക് ഈ ഒരു സ്റ്റാർ റോക്കറ്റിന് എന്ത് ചെയ്യാം? സ്കൈയിലോട്ട് അയക്കാം എന്ന് പറയുകയാണല്ലേ. അപ്പം നമ്മുടെ ലക്കി എന്ത് പറയാണ്? ബട്ട് വി ഹാവ് നോ റോക്കറ്റ്. പക്ഷെ നമുക്ക് എന്തില്ല? റോക്കറ്റ് ഇല്ല എന്ന് പറയാണ്. അല്ലേ, ഓക്കെ മക്കളെ. ഇനി അടുത്ത് നോക്കിക്കേ, നമ്മുടെ ലക്കി എന്താണ് പറയുന്നത്? വി ക്യാൻ റൈറ്റ് എ മെസ്സേജ് ആൻഡ് ഷോ ഇറ്റ് ടു ദി സ്കൈ. അല്ലേ, വി ക്യാൻ റൈറ്റ് എ മെസ്സേജ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു മെസ്സേജ് എഴുതാം. ആൻഡ് ഷോ ഇറ്റ് ടു ദി സ്കൈ. എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യാം? സ്കൈയിലോട്ട്, അല്ലെ, ആകാശത്തോട്ട് കാണിക്കാമെന്ന് പറയാണ്. അപ്പം നമ്മുടെ ലൂസി ചോദിക്കുകയാണ്, ക്യാൻ ദേ റീഡ് ദാറ്റ്? അവർക്കത് വായിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അല്ലേ, അപ്പം ഇത്തരത്തിൽ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, ലിസൺ ടു യുവർ ടീച്ചർ എന്നുള്ള പോർഷനാണ്. ഇറ്റ് മേ ഫ്ലൈ സം ടൈം, സെഡ് ലൂസി. ലെറ്റ്സ് ഷോ ഇറ്റ് ടു ദി സ്കൈ. ലെറ്റ് ഇറ്റ് ഫ്ലൈ. ലൂസി ആൻഡ് ലക്കി വെന്റ് ടു ദി ബാക്ക് യാർഡ് ഓഫ് ദർ ഹൗസ്. അവരെന്ത് തീരുമാനിച്ചു? ആ ഒരു സ്റ്റാറിനെ ആകാശത്തേക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അല്ലേ, അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ രണ്ടുപേരും അവരുടെ വീടിൻ്റെ ബാക്ക് യാർഡിലേക്ക് പോയി. അല്ലേ, ഓക്കെ മക്കളെ. ബാക്കി ഭാഗം നോക്കിക്കേ. ദ ചിൽഡ്രൻ ബ്രോഡ് എ ലാഡർ. ലക്കി ക്ലൈംബ്ഡ് അപ്പ് ദി ലാഡർ. ഹി ഓപ്പൺ ദി ജാർ ആൻഡ് ഹെൽഡ് ഇറ്റ് ഓവർ ഈസ് ഹെഡ്. ഓക്കെ മക്കളെ, എന്താണ്? ദ ചിൽഡ്രൻ ബ്രോട്ട് എ ലാഡർ. കുട്ടികൾ എന്ത് ചെയ്തു? ഒരു ലാഡർ എടുത്തു കേട്ടോ. ഇതാട്ടോ മക്കളെ, നിങ്ങൾക്ക് ചിത്രത്തിൽ എന്ത് കാണാം? ലാഡർ കാണാം.
ലക്കി ക്ലൈംബ്ഡ് അപ്പ് ദി ലാഡർ. ലക്കി എന്ത് ചെയ്തു? ഒരു ലാഡറിൻ്റെ മുകളിൽ കയറി. ഈ ഓപ്പൺ ദി ജാർ ആൻഡ് ഹെൽഡ് ഇറ്റ് ഓവർ ഹിസ് ഹെഡ്. അവൻ എന്ത് ചെയ്തു? ആ ജാർ ഓപ്പൺ ചെയ്തിട്ട് അവനെ തലയ്ക്ക് മേതെ അങ്ങനെ ഉയർത്തിപ്പിടിച്ചു അല്ലേ? ഓക്കെ മക്കളെ, ഇനി മക്കൾ അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ്സ് ആണ്. ഒന്ന് ചിൽഡ്രൻ, ദെൻ ലാഡർ, ദെൻ ഹെഡ്. ചിൽഡ്രൻ, ലാഡർ, ഹെഡ്. ഇത് മൂന്നും എല്ലാവരും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. നോക്കിക്കേ. Now fly up, he said to the little star, but it didn't move. Lucky felt sad. I have an idea, Lucy said. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കിക്കേ. അവന് നമ്മുടെ ലക്കി ഇപ്പോൾ എവിടെയാണുള്ളത്? യെസ്, ഓൺ ദി ലാഡർ ആണല്ലേ, ലാഡറിൻ്റെ മുകളിലാണ്. എന്നിട്ട് അവൻ പറയാം നൗ ഫ്ലൈ അപ്പ്. ഇപ്പം നീ എന്ത് ചെയ്തോ? പറന്നുയർന്നോ എന്ന് പറയാണല്ലേ. ആരെടുത്താ പറഞ്ഞത്? ടു ദി ലിറ്റിൽ സ്റ്റാർ. ലിറ്റിൽ സ്റ്റാറോട് പറഞ്ഞു അല്ലേ. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് മൂവ്. പക്ഷെ അതെന്ത് ചെയ്യില്ല? ചലിക്കാനായിട്ട് തുടങ്ങിയില്ല അല്ലേ. ലക്കി ഫെൽറ്റ് സാഡ്. അപ്പം ലക്കിക്ക് വീണ്ടും എന്തായി മക്കളെ? സങ്കടം വന്നു അല്ലേ. അപ്പം ലൂസി പറയുന്നത് ഐ ഹാവ് ആൻ ഐഡിയ. എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഐഡിയ ഉണ്ട് എന്ന് ആര് പറയാണ് മക്കളെ? ലൂസി പറയാണല്ലേ. ഓക്കെ, ഇനി മിസ്സിനോടൊപ്പം വായിച്ചില്ലാവരും. നൗ ഫ്ലൈ അപ്പ്, ഹി സെഡ് ടു ദി ലിറ്റിൽ സ്റ്റാർ, ബട്ട് ഇറ്റ് ഡിഡൻറ്റ് മൂവ്. ലക്കി ഫെൽറ്റ് സാഡ്. ഐ ഹാവ് ആൻ ഐഡിയ, ലൂസി said. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി മക്കൾ അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ്സ് ആണേ. ഒന്ന് ഫ്ലൈ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡാണ് ഫ്ലൈ. ദെൻ നെക്സ്റ്റ് സാഡ്, നെക്സ്റ്റ് വൺ ഐഡിയ. ഫ്ലൈ, സാഡ്, ഐഡിയ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങളുടെ അവിടെ ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ലൂസീസ് ഐഡിയ. എന്തായിരിക്കും നമ്മുടെ ലൂസിയുടെ ഐഡിയ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് മക്കളെ. കളക്ട് സം ക്യാൻഡിൽസ് ക്വിക്ക് സെഡ് ലൂസി. ലൂസി പറയാണ് കളക്ട് സം ക്യാൻഡിൽസ്. വേഗം പോയിട്ട് കുറച്ച് ക്യാൻഡിൽസ് അല്ലേ. ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, മെഴുകുതിരിയാണ് നമ്മൾ ക്യാൻഡിൽസ് എന്ന് പറയാം അല്ലേ. കുറച്ച് ക്യാൻഡിൽസ് വേഗം പോയി കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ലക്കി റാൻ ഇൻസൈഡ് ദി ഹൗസ്. അത് കേട്ടത് നമ്മുടെ ലക്കി എന്ത് ചെയ്തു? റാൻ ഇൻസൈഡ് ദി ഹൗസ്. നമ്മുടെ വീടിനകത്തേക്ക് ഓടിയില്ലേ. ഹീ കളക്റ്റഡ് സം ക്യാൻഡിൽസ് ഫ്രം ദി കബ്ബോർഡ് അല്ലേ. അവൻ എന്ത് ചെയ്തു? കുറച്ച് ക്യാൻഡിൽസൊക്കെ കളക്ട് ചെയ്തു അല്ലേ. Lucky and Lucy lit all the candles. They arranged them on the terrace. The candle lights together formed a message. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചത്? നമ്മുടെ ലൂസി പറഞ്ഞത് പ്രകാരം ലക്കി എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ക്യാൻഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? അവരത് ടെറസിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ക്യാൻഡിൽ ലൈറ്റ് ടുഗദർ ഫോം എ മെസ്സേജ് അല്ലേ. നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് എന്തുണ്ടാക്കിയ മക്കളെ? ഒരു മെസ്സേജ് അവിടെ എഴുതിയിട്ടുണ്ട്. വാട്ട് വാസ് ദാറ്റ് മെസ്സേജ്? വാട്ട് വാസ് ദി മെസ്സേജ്? എന്തായിരിക്കും ആ ഒരു മെസ്സേജ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. മിസ്സിനോടൊപ്പം ചേർന്ന് വായിച്ചേ. കളക്ട് സം ക്യാൻഡിൽസ് ക്വിക്ക് സെഡ് ലൂസി. ലക്കി ran inside the house. He collected some candles from the cupboard. Lucky and Lucy lit all the candles. They arranged them on the terrace. The candle lights together formed a message. Okay മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി കൂട്ടുകാരവിടെ ഒന്ന് രണ്ട് വേർഡ്സ് അണ്ടർലൈൻ ചെയ്യണേ. ഒന്ന് മക്കൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ക്യാൻഡിൽസ്. എന്താണ് മക്കളെ? ക്യാൻഡിൽസ്. ദെൻ സെക്കൻഡ് വൺ ടെറസ്. ടെറസ്. ഒന്ന് ക്യാൻഡിൽ, ദെൻ ടെറസ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ ഒരു ആക്ടിവിറ്റിയിലോട്ട് പോകാം. ആക്ടിവിറ്റി 13 ആണ് കേട്ടോ. 13ാമത്തെ ആക്ടിവിറ്റിയാണ്.
മേക്ക് എ ക്യാൻഡിൽ ഫോളോയിങ് ദി പിക്ചേഴ്സ്. ഇത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഒരു ക്യാൻഡിൽസ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് വൈസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മക്കൾ അത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സിൽ ആ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കണം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ കൂട്ടുകാരെ? ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള ഈ പോർഷൻസ് എല്ലാം മക്കൾ വായിക്കണം. അതിൽ ഏതെങ്കിലും ഒരു പേജ് വായിക്കുന്നത് മിസ്സിന് വോയിസ് റെക്കോർഡായിട്ട് അയക്കുകയും വേണം കേട്ടോ. അതോടൊപ്പം തന്നെ മിസ് ഇന്നത്തെ ക്ലാസ്സിൽ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വേർഡ്സ് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ശേഷം നന്നായിട്ടിരുന്ന് വായിച്ച് പഠിക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഡേ നമുക്ക് ട്യൂഷൻ ഇല്ലാതെ വരുന്ന ദിവസം മക്കൾ വീട്ടിൽ നിന്ന് ഡിറ്റേഷൻ നടത്തിയിട്ട് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് അയക്കണം കേട്ടോ. മാർക്ക് എത്ര കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല മക്കൾ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഡിറ്റേഷൻ അറ്റൻഡ് ചെയ്തിട്ട് മിസ്സിന് ഫോട്ടോ എടുത്ത് അയക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റോറിയുടെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.